പരിശുദ്ധാത്മാവിന്റെ പകർച്ചയുണ്ടാകും. തുണികളുടെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവമേ, ഇപ്പോൾ ഇറങ്ങി വരണമേ, ഇപ്പോൾ ഇറങ്ങി വരണമേ, ഇപ്പോൾ ഇവിടെ ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഇറങ്ങി വരണമേ, പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഇറങ്ങി വരണമേ. തുണികളുടെ നടുവിൽ വസിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വരണമേ. തുണിക്കുന്നവർ ദൈവ സാന്നിധ്യം അനുഭവിക്കട്ടെ, തുണിക്കുന്നവർ ദൈവ സാന്നിധ്യം അനുഭവിക്കട്ടെ, തുണിക്കുന്നവർ ദൈവ സാന്നിധ്യം അനുഭവിക്കട്ടെ. അത് ശരീരത്തിന്റെ ബന്ധനങ്ങൾ അറിയട്ടെ, അത് ശരീരത്തിന്റെ ബന്ധനങ്ങൾ അറിയട്ടെ. അഭിഷേകം വെളിപ്പെടട്ടെ, അഭിഷേകം മൃഗങ്ങളെ ഉപയോഗിക്കട്ടെ. അതിപ്പോൾ വെളിപ്പെട്ട് പിശാച് വച്ചിരിക്കുന്ന ചില മൃഗങ്ങൾ ഇപ്പോൾ മുറിയണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഭിഷേകത്തെ മൃഗങ്ങൾ മുറിയട്ടെ. നിങ്ങളുടെ നാവിൽ, നിങ്ങളുടെ അകത്ത് അഭിഷേകം ഉണ്ടെങ്കിൽ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുക. ഒരു മിനിറ്റ് അഭിഷേകം ഉണ്ടെങ്കിൽ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുക. അഭിഷേകത്തിന്റെ ശക്തിയുടെ വ്യാപരിക്കട്ടെ. ഒരു ഒഴുകുന്ന അഭിഷേകം ഇവിടെ വെളിപ്പെടട്ടെ. ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഏത് ശക്തികൾ ഇല്ലാതെയാകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവൻ എല്ലാ ബലഹീനതകളും മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അന്ധകാര ക്രിയകൾ ഉടയ്ക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിശാചിന്റെ പദ്ധതികൾ തകർന്നു പോകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വചനത്തിന്റെ വാതിൽ തുറക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയങ്ങളിൽ ദൈവവചനം വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഭിഷേകം, അഭിഷേകം, അഭിഷേകം ഇവിടെ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവ് ആവശ്യങ്ങൾ വെളിപ്പെടണം. രോഗികൾ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ഇറങ്ങി വന്ന് നിങ്ങൾ സൈന്യമാകല്ല, ശക്തിയാകല്ല, എന്റെ ആത്മാവിനാൽ പർവ്വതം സമഭൂമിയായി തീരുമെന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ അവൻ പർവ്വതം പോലെ നിൽക്കുന്ന ചില ദുശക്തികൾ, ചില രോഗശക്തികൾ, ചില പ്രശ്നങ്ങൾ, ചില കുടുംബ പ്രശ്നങ്ങൾ, തലമുറയെ കുറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ചിന്തിച്ചാൽ അന്തമില്ലാത്ത നിലയിൽ വ്യാപരിക്കുന്ന ചില ശക്തികൾ ഇപ്പോൾ അത് ഉടക്കപ്പെടും, അത് തകർക്കപ്പെടും, അത് സമഭൂമിയാക്കപ്പെടും. നിങ്ങളുടെ ജീവിത സ്വതന്ത്രം രോഗക്കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അത് അഴിയട്ടെ. ആ രാത്രി അന്തരീക്ഷം വെളിപ്പെടട്ടെ. പാട്ട് മാത്രമല്ല സ്തുതിയാരാധന. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് അന്യഭാഷയിൽ സ്തുതിക്കാം, ആത്മനിറവിൽ സ്തുതിക്കാം. ദൈവ കൃപയിൽ അകം നിറയട്ടെ, അകം കത്തട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ശക്തിയാൽ അകം കത്തി ജ്വലിക്കട്ടെ. പാത്രം നിറഞ്ഞ് കവിയും. ആ നിറഞ്ഞ് കവിയുന്ന അനുഭവം ഉണ്ടാകട്ടെ. അകം നിറഞ്ഞാലല്ലേ കവിയുന്നത്. അകം നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ സ്തുതിക്കാത്തവർക്ക് നിറയത്തില്ല. സ്തുതി ആരാധന ഇല്ലാത്തിടത്ത് നിറയത്തില്ല. അവൻ സ്തുതി ഉണ്ടെങ്കിൽ നിറയും. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സകല ജീവിതങ്ങളും അഭിഷേക ശക്തികൾ നിറയട്ടെ, നിറഞ്ഞ് കവിയട്ടെ, നിറഞ്ഞ് കവിയട്ടെ, നിറഞ്ഞ് കവിയട്ടെ. അതിനെതിരായി വ്യാപരിക്കുന്ന ഇരുളിന്റെ ശക്തികൾ ഇപ്പോൾ തകരട്ടെ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധമേ, പരിശുദ്ധമേ, ഞങ്ങളുടെ ഇറങ്ങി വന്നട്ടെ.
അഭിഷേകത്തിന്റെ കവിതകൾക്ക് വെളിപ്പെടട്ടെ, ശുശ്രൂഷകൾ വെളിപ്പെടട്ടെ, കൃപാവരങ്ങൾ ജ്വലിക്കട്ടെ, നനവുണ്ടാകട്ടെ. ഉണങ്ങി വരണ്ട തോട്ടം പോലെ ഇരിക്കുന്ന ജീവിതങ്ങളുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകം നദി ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ നിരൂപണ ചിന്തകൾ ഉടക്കപ്പെടട്ടെ. ഏത് ശക്തികൾ ഉടക്കപ്പെടട്ടെ. ആത്മാവിന്റെ ഐക്യതയുടെ വെളിപ്പെടട്ടെ. ആത്മാവിന്റെ ഐക്യതയുടെ വെളിപ്പെടട്ടെ. ഈശാവിന്റെ എല്ലാ പദ്ധതികളും ഉടക്കപ്പെടട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിശാചിന്റെ ക്രിയകൾ അഴിയട്ടെ. പിശാചിന്റെ ക്രിയകൾ തകരട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപ്പോൾ ജനം ഒന്നാകട്ടെ. ജനം ഒരേ ദാഹമുള്ളവരാകട്ടെ. ദൈവ പ്രവൃത്തിക്കായി ദാഹിക്കട്ടെ. അവന് നന്മ കൊണ്ട് നിറയ്ക്കുമെന്ന് പറഞ്ഞ ദൈവ കർത്താവിന്റെ വചനം അവൻ ഇപ്പോൾ ഇവിടെ വെളിപ്പെട്ട് വിഷപ്പുള്ളവരായി വരുവാറട്ടെ. ദാഹമുള്ളിടത്ത് അവൻ വെള്ളം കൊണ്ടുവരുമെന്നുള്ള വചനം പോലെ ഇവർ ആത്മീയ ദാഹം നിറഞ്ഞവരായി തീരട്ടെ. ഈ ജനത്തിന്റെ മേൽ ഈ ഹൂസ്റ്റൺ പട്ടണം ഉണരത്തക്ക നിലയിലുള്ള ഒരു അഭിഷേകം നദി ഒഴുകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സഭകളിൽ മയക്കം മാറട്ടെ. ഉറക്കം തെളിയട്ടെ. മാന്യതകൾ മാറട്ടെ. വരണ്ട അനുഭവങ്ങൾ മാറട്ടെ. ദൈവസഭ നനവുള്ള തോട്ടങ്ങളായി തീരട്ടെ. പാരമ്പര്യങ്ങൾ അത് ഉടഞ്ഞു മാറട്ടെ. പാരമ്പര്യങ്ങൾ ഉടഞ്ഞു മാറട്ടെ. പാരമ്പര്യങ്ങൾ ഉടക്കപ്പെടട്ടെ. പാരമ്പര്യങ്ങൾ ഉടക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, നമ്മുടെ ശക്തി, നമ്മുടെ അഭിഷേകം ഇവിടെ വെളിപ്പെടണം. നമ്മുടെ അഭിഷേകം ഇവിടെ വെളിപ്പെടണം. ഇവിടെ അഭിഷേകം ഇവിടെ വെളിപ്പെടണം. നമ്മുടെ അഭിഷേകം ഇവിടെ വെളിപ്പെടണം. അഭിഷേകത്താൽ ദുഃഖങ്ങൾ മുറിയുമെന്നാണല്ലോ വചനം. അഭിഷേകത്താൽ ദുഃഖം തകരട്ടെ. അഭിഷേകത്താൽ ദുഃഖങ്ങൾ തകരട്ടെ. തല ഉയർത്തുവാൻ അനുവദിക്കത്തില്ലെന്ന് വിളിച്ചുകൊണ്ട് ദുഃഖത്തെ വെച്ച് അടിച്ചമർത്തുന്ന പിശാചിന്റെ ശത്രുവിന്റെ ദുഃഖങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്താൽ അത് നിറഞ്ഞു വരട്ടെ. അഭിഷേകത്താൽ അത് ഉടഞ്ഞു തകരട്ടെ. അഭിഷേകത്താൽ അത് ഉടഞ്ഞു തകരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഇതിനകത്ത് വെളിപ്പെട്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങണം. സ്വർഗം ഇറങ്ങണം. സ്വർഗം ഇറങ്ങണം. സ്വർഗം തുറക്കണം. സ്വർഗം തുറക്കണം. സ്വർഗം തുറക്കണം. സ്വർഗം തുറക്കണം. പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഇറങ്ങി വരണം. ജനത്തിനെ ദൈവ മഹിമ ഇറങ്ങണം. ഇരുൾ മാറട്ടെ. ഇരുൾ മാറട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പുതിയതൊന്ന് പ്രാപിപ്പാൻ ജനത്തെ അഭിഷേകം ചെയ്യണമേ. ഒരു പാരമ്പര്യ യോഗം പോരാകത്താവേ. ആമേൻ. യേശുവേ, ഒരു പുതിയ ദൈവ സാന്നിധ്യം, ഒരു ദൈവ സാന്നിധ്യത്തിന്റെ പുതുക്കം, ഒരു ശുശ്രൂഷയുടെ പുതുക്കം, ഒരു ആത്മീക നനവിന്റെ പുതുക്കം. ഹല്ലേലൂയ. ഇന്ന് വെളിപ്പെടത്തക്ക നിലയിൽ, കർത്താവിന് വേണ്ടി ജ്വലിക്കത്തക്ക നിലയിൽ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ പറയാം, യേശുവേ, എന്നോടുള്ള അരുളപ്പാട് ഇവിടെ പ്രസ്താവിക്കണത് എന്ന് പറയാം. എല്ലാവരും പറയും, വാ തുറക്കണം. നിങ്ങൾ ശബ്ദം ഉയർത്തണം. ആമേൻ. വാ തുറന്ന് ചോദിക്കണം, യേശുവേ, എന്നോടുള്ള അരുളപ്പാട് ഇവിടെ പ്രസ്താവിക്കണമേ. ഞാൻ എന്താകണമെന്ന് എന്നോട് പറയണമേ. യഹോവേ, അരുളി ചെയ്യണമേ. അടിയൻ അത് ചെയ്തു കൊള്ളാം, അത് നിവർത്തിച്ചു കൊള്ളാം, അത് സ്വീകരിച്ചു കൊള്ളാം എന്ന് വാ തുറന്ന് പറയൂ. എങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. Hallelujah. Thank you, Lord. Thank you, Jesus. എന്റെ സ്വർഗ്ഗപിതാവേ, ഇതാ ബലഹീന ദാസൻ തിരുമുൻപിൽ
നിന്റെ ജനം തിരുപ്പാതെ വിടും. പരിശുദ്ധാത്മാവ് അടിയൻ പറയാം, അധരത്തെ എന്റേതാക്കി ഉപയോഗിക്കും. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം വെളിപ്പെടും. വചനത്തിന്റെ വാതിൽ തുറക്കണം. ജനത്തോടുള്ള അരുളപ്പാടും മാത്രം അവിടുന്ന് തരണം. ജനം അത് ഇരുകരങ്ങളും നീട്ടി സ്തോത്രത്തോടെ സ്വീകരിപ്പാൻ ഇടയാക്കണം. അന്ന് ഈ യോഗം മുഖാന്തരം എന്തുദ്ദേശിക്കുന്നു അത് തടസ്സപ്പെടാതെ ജനം പ്രാപിക്കട്ടെ. യെസ്, വചനമയച്ച് സൗഖ്യമാക്കുന്ന ദൈവ സാന്നിധ്യങ്ങളെ വെളിപ്പെടും. മരുന്നുകൾ പലയിടത്ത് പരാജയപ്പെട്ടിരിക്കുമ്പോൾ വചനം അയച്ച് സൗഖ്യം അരുളി ചെയ്യണമേ, സൗഖ്യം കൽപ്പിക്കണമേ. അങ്ങനെ ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഡോക്ടർ ഡാനിയൽ ജോഷിക്കായി സ്തോത്രം. നിന്റെ ദാസനായിരിക്കുന്ന സ്ഥാനത്ത് ഞങ്ങൾ ഒരുമിച്ച് സ്തുതിക്കുന്ന ഈ വേളയിൽ ജീവന്റെ ശക്തി വ്യാപരിക്കട്ടെ. ആയുസ്സിനെ ഞങ്ങൾ നീട്ടി ചോദിക്കുന്നു, തിരികണമെങ്കിൽ അത് തരണമേ എന്ന ആഗ്രഹം അത് തുടർന്ന് വർദ്ധിക്കുവാൻ ശക്തൻ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അത്ഭുതം നടക്കട്ടെ. വന്നിരിക്കുന്ന സകലരെയും തുടരണമേ. ഇന്ന് പല ബലഹീനതയുള്ളവരും തിരികെ പോകുമ്പോൾ വിടുതലൂടെ കടന്നു പോകുവാൻ പരിശുദ്ധാത്മാവിടെ ആക്കണം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് വചനമുണ്ടല്ലോ. കർത്താവ് ജനത്തിന് വിശ്വാസം നൽകണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളിൽ രോഗികളെങ്കിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിപ്പിക്കുന്നുള്ള വചനം പോലെ ആമേൻ ജീവിതത്തെ ഉണരുവാനിടയാക്കണമേ. ദൈവശക്തി വ്യവസ്ഥ പ്രകാരം ഉടമേൽ വ്യാപരിച്ച് നിങ്ങളുടെ കരുണ വെളിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിന്റെ ജനത്തിനുള്ള അരുളപ്പാട് പ്രസ്താവിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ എല്ലാവർക്കും Hallelujah. Amen. Jesus. Hallelujah. Hallelujah. എത്ര വില ഉയർന്ന മൈക്കായാൽ ചാർജ് തീർന്നാൽ അത് ചത്തുപോയ എല്ലാവരും ഒരാമേൻ പറഞ്ഞാൽ അടുത്ത ചാർജ് വന്നില്ലെങ്കിൽ ഉപയോഗശൂന്യമാണ്. ഇവിടെ ചാർജ് പോയ പലത് ഇരിപ്പുണ്ട്. ചാർജ് കയറ്റിയില്ലെങ്കിൽ ഉപയോഗശൂന്യമാണ്. വില ഉയർന്നതായിരിക്കാം, സ്ഥാനമാനങ്ങൾ ഉണ്ടായിരിക്കാം, ഡിഗ്രികളുടെ എണ്ണം കൂടുതലായിരിക്കാം, ചാർജ് പോയാൽ തീർന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറയുന്നു, ചിലരുടെ മേൽ ചാർജ് കയറണം. ഞാൻ ഇന്ന് രൂപമേയുള്ളൂ, അതിന്റെ ശക്തി ഇല്ല എന്ന് ഉണർന്നാൽ മാത്രമേ ചാർജ് കയറ്റാൻ പറ്റൂ. എനിക്കെന്തോ ഉണ്ട് എന്നാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ ആമേൻ, ലവോദിക്ക സഭയോട് പറഞ്ഞതൊന്ന് ഉണരുക. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാണ്. കാണുന്നു എന്ന് പറയുന്നു, പക്ഷെ കണ്ണിൽ എഴുതുവാൻ എന്നോട് ലേപം വാങ്ങിച്ചില്ലെങ്കിൽ നീ കുരുടനാണ്. നിനക്ക് വസ്ത്രമുണ്ടെന്ന് പറയുന്നു, പക്ഷെ നീ നഗ്നനാണ്. ഇല്ലാത്തത് ഉണരുവാൻ ദൈവം കൃപ തരട്ടെ. പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാൻ ദൈവ ശക്തി തരട്ടെ. നിർജീവമായത് ജീവിച്ചെഴുന്നേൽക്കട്ടെ. ഓ ദൈവമേ, ഈ മൈക്ക് വാങ്ങിച്ചത് ഉപയോഗപ്പെടുവാൻ, ശബ്ദം വലുതാക്കാൻ, ഉച്ചഭാഷണിയാക്കി ഉച്ച ശബ്ദമാക്കി കൊടുക്കാൻ, ഇതിന് മാത്രമേ ഇത് ഉപയോഗമുള്ളൂ. ഇത് അരി അളക്കാൻ ഉള്ള നാഴിയല്ല, വെള്ളം കുടിക്കാനുള്ള കപ്പല്ല. ഇതിന് ഒരു ഉപയോഗമേ ഉള്ളൂ. എൻ്റെ കൊച്ചു ശബ്ദത്തെ വലുതാക്കി പറയുന്നത്. ഇതിന് വേണമെങ്കിൽ ഇതിന് ചാർജ് വേണം, ഇല്ലെങ്കിൽ ഇതിനെ എന്നാണ് കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിയാനേ കൊള്ളാം.
ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തൊന്നുകൊണ്ട് രസം വരുത്താം. പലരും പുറത്തിട്ട് ചവിട്ടപ്പെടുന്നു എങ്കിൽ കാരമില്ലാത്തതാണ് രഹസ്യം. Jesus, 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 Jesus. Oh, Sharadala Shikandurabala. പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങൾ വിവേചിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തമാശ പോലെ എടുക്കണ്ട. ആമേൻ. പലതും ആമേൻ കാലുകൊണ്ട് മെതിക്കപ്പെടുകയാണെങ്കിൽ നിന്റെ ഉപ്പിന്റെ കാരം എത്രത്തോളം ഉണ്ടോ എന്ന് നീ പരിശോധിക്കേണ്ടത് ആവശ്യം. ആമേൻ. താങ്ക് യു ജീസസ്. ഗ്ലോറി ടു ജീസസ്. 4 പേരുടെ മുൻപിൽ കരഞ്ഞത് കൊണ്ടായില്ല, 4 പേരുടെ മുൻപിൽ പുലമ്പിയത് കൊണ്ടായില്ല. ആമേൻ. നിന്നിൽ കാരമുണ്ടാകട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ, അധികാരത്തിന്റെ ശുശ്രൂഷകൾ വെളിപ്പെടട്ടെ. ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ട കാര്യമുണ്ടാകട്ടെ. ദേശം നശിക്കാതിരിപ്പാൻ ആമേൻ നീ ഒരു ഉപ്പായി മാറണം. ഹല്ലേലൂയ. നീ ഒരു ഉപ്പെങ്കിൽ അത് പ്രയോജനപ്പെടണമെങ്കിൽ അലിയണം. ഭോജനയാഗത്തിൽ ഉപ്പ് ചേർക്കണം, ഭോജനയാഗത്തിൽ ഉപ്പ് ചേർക്കണം. അത് രുചിക്ക് വേണ്ടിയാണ്. മറ്റുള്ളവർക്ക് നീ രുചിയായി മാറണമെങ്കിൽ ഗ്ലോറി ടു ജീസസ്. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. യെസ്, ആമേൻ. പ്രസംഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണ് നമുക്കിന്ന് വിടുതലിന് ആവശ്യം. ഒരു പ്രസംഗം പറഞ്ഞേച്ച് പോകുകയല്ല എന്റെ ലക്ഷ്യം. ഓ, ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. ഉപ്പ് അലിഞ്ഞാൽ മാത്രമേ മറ്റുള്ളവർക്ക് പ്രയോജനം. അലിയുമ്പോൾ ഇതിന്റെ വലിപ്പം കുറയും. ഞാൻ കുറയാത്തത് കൊണ്ടാണ് ഒരു ഗുണവുമില്ലാതിരിക്കുന്നത്. ചില കുറയേണ്ട ആവശ്യമുണ്ട്. Amen. 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 Praise the Lord. പ്രസംഗിക്കാൻ കർത്താവ് അനുവദിച്ചാൽ ഞാൻ എന്റെ സബ്ജക്റ്റിലേക്ക് വരാം. പക്ഷെ പരിശുദ്ധാത്മാവ് ചിലരെ വ്യത്യാസപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നു. Glory to Jesus. ദാവീദിന്റെ കവണയിൽ ഉപയോഗമുള്ള കല്ലാകണമെന്നല്ലേ ആഗ്രഹം. ഒറ്റ വീശുകൊണ്ട് ഗോലിയാത്തിനെ കീഴടക്കണമെന്നല്ലേ ആഗ്രഹം. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒറ്റ വീശുകൊണ്ട് ഗോലിയാത്തിനെ കീഴടക്കണമെന്നല്ലേ ആഗ്രഹം. പക്ഷേ ദാവീദിന്റെ കവണയിൽ ഒതുങ്ങുന്ന മിനുസമുള്ള കല്ലായി നീ മാറിയാൽ മാത്രമേ നിന്നെ ആ കവണയിൽ ദാവീദ് എടുത്ത് വയ്ക്കുകയുള്ളൂ, ഉപയോഗിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ നീ ഉടയ്ക്കപ്പെടണം. ഹലോ, വൈറ്റൊക്കെ ഉടയണമെന്ന് സ്ഥാനമാനങ്ങളൊക്കെ ആ ചിന്ത ഉടയണം. ഞാനെന്നുള്ളത് ഉടയണം. ദൈവസന്നിധിയിൽ തകരണം. അരിഷ്ടനും മനസ്സും തകർന്നവനും എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവരുമായവനെ ഞാൻ കടാക്ഷിക്കും. വചനം പറഞ്ഞാൽ പോരാ, വചനത്തിൽ വിറയ്ക്കുന്നുവോ, വചനത്തെ അനുസരിക്കുന്നുവോ, വചനത്തെ ഭയപ്പെടുന്നുവോ. Thank you, Jesus. Thank you, Jesus. ഉടയ്ക്കപ്പെടണം. വചന ചിന്തിക തന്നെയാണ്. ഉടയ്ക്കപ്പെടണം, സൈസാക്കപ്പെടണം. ദാവീദിന്റെ കയ്യിലിട്ട കിട്ടിയ 5 മിനുസമുള്ള കല്ലിനോട് ചോദിച്ചാൽ അത് പറയും, ഞാനൊരു വൻമലയുടെ ഭാഗമായിരുന്നു. പല പ്രാവശ്യം ജലപ്രളയം വന്നു, മഴ പെയ്തു, ഉണർവൊക്കെ പല പ്രാവശ്യം ഉണ്ടായി, ആത്മപ്രവാഹം ഉണ്ടായി. അവിടുന്ന് അടർന്ന് വീണു. അത് വേർപാടാണ്. വീണപ്പോൾ വലിയ കഷണമായിട്ടാണ് വീണത്. പിന്നെ അത് ഉടയ്ക്കപ്പെട്ടപ്പോൾ മുക്കും മൂലയ്ക്കൊണ്ട് അവൻ പലരുടെക്കും കുത്തുകൊള്ളുന്ന ഒരു കല്ലായി മാറി. പക്ഷെ വെള്ളത്താൽ നടത്തപ്പെട്ടു. ആറ്റിൽ നിന്നല്ലേ എടുത്തത്. ആ ആറ്റിനോട് ചോദിച്ചാൽ പറയും, നിന്റെ ആരംഭം മലയിലാണ്, ഇനി പോകുന്നത് കടലിലേക്കാണ്. ആമേൻ. ഈ കല്ലുകളെ മയിലുകൾ നടത്തി. യോബിന്റെ പുസ്തകത്തിൽ പറയുന്നു, വെള്ളം കല്ലുകളെ തേയുമാറാക്കുന്നു. അഭിഷേകം നദിയിൽ
പരിശുദ്ധാത്മ നദിയിൽ കിലോമീറ്ററുകൾ യാത്ര ചെയ്യുമ്പോൾ ഉടയ്ക്കപ്പെടേണ്ടത് ഉടയ്ക്കപ്പെടും. മുനമ്പുകൾ തേഞ്ഞു പോകും, തേയേണ്ടത് തേഞ്ഞു പോകും, സൈസാകും, മിനുസമാകും. ഹല്ലേലൂയ! ആ മിനുസമായാൽ മാത്രമേ ദാവീദിന്റെ കവണയ്ക്കകത്ത് കയറത്തുള്ളൂ. ഉപയോഗപ്പെടണമെന്ന് ആഗ്രഹമല്ലേ? കുടയ്ക്കപ്പെടാൻ ആഗ്രഹമില്ല, ഉരുവാക്കപ്പെടാൻ ആഗ്രഹമില്ല. പരിശുദ്ധാത്മ നദിയിൽ കുറെ അതിന്റെ പ്രവാഹത്തിൽ യാത്ര ചെയ്യാൻ ആഗ്രഹമില്ല. ആമേൻ. പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടണം. പേര് പെന്തക്കോസ്ത് പോരാ, പരിശുദ്ധാത്മാവിന്റെ കവിഞ്ഞൊഴുക്ക്. പാരമ്പര്യക്കാർ മറ്റുള്ളവരൊന്നും മുദ്ര കുത്തി വിടാൻ നാം കുറഞ്ഞ പുള്ളികളല്ല. പക്ഷെ പാരമ്പര്യം ഇതിനകത്ത് മാത്രമാണ് കൂടുതൽ. വരത്തില്ല. ആമേൻ. സത്യമതാണ്. Glory to Jesus. ജീവനുണ്ടെന്ന പേര്, പക്ഷെ ജീവൻ നഷ്ടപ്പെട്ട അനുഭവം. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ചിലരെ ജീവിപ്പിക്കട്ടെ. ചില അനുഭവങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുവരട്ടെ. ഹല്ലേലൂയ! ദൈവ സാന്നിധ്യം നിങ്ങൾ അനുഭവിപ്പാൻ ഇടയാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇവിടെ വ്യാപരിക്കുന്നത് ഞാൻ ഉണരുന്നു. താങ്ക് യു ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ് ഹൃദയങ്ങളെ സ്പർശിക്കുമ്പോൾ ഉണരാൻ, കരയുവാൻ, ഉടയുവാൻ തയ്യാറാകുമെങ്കിൽ നമ്മുടെ ജീവിതത്തെ തകർക്കും. ആമേൻ. സഭയെ തകർക്കും, ദേശത്തെ തകർക്കുമെന്ന് വെല്ലുവിളിക്കുന്ന ആമേൻ ശത്രുശക്തി നമ്മുടെ മുമ്പിൽ വീഴും. Glory to Jesus. അവൻ പരാജയപ്പെടും. ഹല്ലേലൂയ! സഭ വളരുന്നില്ല. ആമേൻ, ആമേൻ. ഗോലിയാത്ത് എല്ലാവരെയും തന്റെ പിന്നാലെ അണിനിരത്തിയിട്ട് മുന്നിൽ നിന്നുകൊണ്ട് പറയുന്നു, എന്നെ കീഴടക്കിയാൽ ഇവരെ നിനക്ക് തരാം. പക്ഷെ അഭിഷേകം നഷ്ടപ്പെട്ട ശൗലിനെ കൊണ്ട് പറ്റുമോ? വാ തുറക്ക, പറ, എന്തെങ്കിലുമൊക്കെ പറ. ഇല്ല. അഭ്യാസം പ്രാപിച്ച ഭടന്മാരെ കൊണ്ട് പറ്റുമോ? ഇല്ല. അഭിഷേകമുള്ള ഒരു ദാവീദ് ഉണ്ടെങ്കിൽ അഗ്രചർമ്മിയുടെ വാക്കിന്റെ മുമ്പിൽ അവന്റെ ശക്തി വർദ്ധിക്കും. നിന്റെ വലിപ്പമല്ല, നിന്റെ പഠിത്തമല്ല, നിന്റെ സ്ഥാനമല്ല, നിന്റെ കുടുംബ ശ്രേഷ്ഠതയില്ല, അവന്റെ സീനിയാരിറ്റിയല്ല. അഭിഷേകം, അഭിഷേകം. അവൻ എത്ര പേർക്ക് അഭിഷേകം അകത്ത് ഉണരുന്നു, എത്ര പേർക്ക് അഭിഷേകം വ്യാപരിക്കുന്നു, എത്ര പേരുടെ ഉള്ളിൽ അഭിഷേകം വെളിപ്പെടുന്നു, എത്ര പേരുടെ ഉള്ളിൽ അഭിഷേകം നിങ്ങളുടെ അകത്ത് എരിയുന്നു, പ്രകാശിക്കുന്നു, ആവേശം കൊള്ളുന്നു, ആവേശം കൊള്ളുന്ന. ജ്യേഷ്ഠന്മാർ വിരട്ടി ഓടിച്ചപ്പോൾ പോകുന്നതല്ല ഇവന്റെ അഭിഷേകം. ശത്രുവിനെ കീഴ്പ്പെടുത്താതെ അടങ്ങിയിരിക്കുന്നതല്ല ഇവന്റെ മേലുള്ള അഭിഷേകം. അവർ എന്ന് പറഞ്ഞു എന്നല്ല, എന്റെ കയ്യിൽ എന്തുണ്ടെന്നല്ല, എനിക്കിവിടെ ഉദ്യോഗം ഉണ്ടോ ഇല്ലയോ എന്നല്ല, എന്റെ കയ്യിലിരിക്കുന്ന അഭിഷേകം അവന്റെ തലയത്തെ അഭിഷേകം. എത്ര പേർ ഉണരുന്നു? ദേശാധിപതിയുടെ ശക്തി കീഴടക്കേണ്ട അഭിഷേകം എത്ര പേരിൽ ഉണരുന്നു? എത്ര പേരിൽ അത് വ്യാപരിക്കുന്നു? അത് വെളിപ്പെട്ടല്ലാതെ വിടുന്നില്ല. അത് വ്യാപരിക്കട്ടെ, അത് ഉണരട്ടെ, അത് ശക്തമായി എഴുന്നേൽക്കട്ടെ. ഇന്നലെ ചെയ്തത് പോരാ, പുതിയതൊന്നും ചെയ്യണം, ചിലത് കൂടെ ചെയ്യണം. കർത്താവിന്റെ പ്രയോജനപ്പെടണം, അഭിഷേകം വ്യാപരിക്കണം. Thank you, Jesus. Hallelujah. Amen. Amen. ഒരു വചനം വായിച്ച് ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാം. യെശയ്യാ പ്രവചനം 10-27 വാക്യം. മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവർ ഇവിടത്തത് അല്പവോളം വെക്കുക, അവിടെ വേണമെന്നുള്ളത് വെച്ചോട്ടാം. ഓക്കെ,
സ്ലോ. ഒരിക്കൽ ക്ലിയർ ചെയ്ത് വെച്ചാൽ പിന്നെ കൈയെടുത്ത് മാറിയെന്ന് ഇരുന്നോണം, ഉപദ്രവിക്കരുത്. സ്ലോ. പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. എന്താണ് മുഖത്തെ തകർക്കുന്നത്? സ്തോത്രം. ഇവിടെ പുഷ്ടിയാണ്. പക്ഷെ ഇന്ന് ഞാൻ പല ട്രാൻസ്ലേഷനുകളിൽ നോക്കി അഭിഷേകം. ഹല്ലേലൂയ. കാരണം പലതിൽ ഇപ്പൊ അഭിഷേകം ഇല്ലാത്ത ട്രാൻസ്ലേഷൻ അല്ലയോ, അതുകൊണ്ട് അഭിഷേകത്തെ മാറ്റി നിർത്തി കുറെ പുഷ്ടി മതിയാണ്. ഹലോ, ഹല്ലേലൂയ, ആമേൻ. പല ട്രാൻസ്ലേഷനിലും അഭിഷേകം. ഈ അഭിഷേകം വന്നാൽ യവന്റെ മുഖം തകരച്ചു. ആരുടെ മുഖം? ഇതൊക്കെ പറയാൻ നേരമൊന്നുമില്ല. ശത്രുരാജ്യം യെരൂശലേം നിവാസികളുടെ മേൽ, സിയോന്റെ മക്കളുടെ മേൽ അവന്റെ ചുമട്, അവന്റെ മുഖം അവൻ അടിച്ചേൽപ്പിച്ചിരിക്കുന്നു. നമ്മളത് വായിക്കുമ്പോഴറിയാതെ ഇതൊക്കെ പറയേണ്ട സമയമൊന്നുമില്ല. സ്തോത്രം. അപ്പോൾ കർത്താവ് പറയുന്നു 24-ാം വാക്യത്തിൽ, അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് പ്രകാരം അരുളിച്ചെയ്യുന്നു, സിയോനിൽ വസിക്കുന്ന എന്റെ ജനമേ, അശൂർ പടികൊണ്ട് നിന്നെ അടിക്കുകയും മിസ്രയീമിലെ വിധത്തിൽ നിന്റെ നേരെ ചൂരൽ ഓങ്ങുകയും ചെയ്താലും നീ അവരെ ഭയപ്പെടേണ്ട. മിസ്രയീമിൽ ചൂരൽ ഓങ്ങി ശരിക്കും തല്ലിയല്ലേ, അതുപോലെ വന്നാലും നീ അവരെ ഭയപ്പെടേണ്ട. കാരണം അവർക്കെതിരെ ഞാനൊരു ചമ്മട്ടി പോക്കും. അടുത്ത വാക്യം, ചമ്മട്ടി പോക്കും. നിന്നെ തകർക്കാൻ നോക്കുന്നവന്റെ മേൽ ഞാൻ ചമ്മട്ടി ഉയർത്തും. ഹല്ലേലൂയ. എന്നിട്ട് നിന്റെ മേൽ വ്യാപരിക്കുന്ന പുഷ്ടി അഭിഷേകം കൊണ്ട് അവൻ നിന്റെ മേൽ വച്ചിരിക്കുന്ന ചുമട്, നിന്റെ തോളിൽ നിന്നും അവന്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. അവൻ എല്ലാത്തിനും ഒരു വാക്കിവിടെ പറയുന്നു, പുഷ്ടി നിമിത്തം മുഖം. അതിനൊക്കെ വ്യാഖ്യാനം എത്രയോ വ്യാഖ്യാനിച്ചു കൊള്ളുക, എനിക്ക് അതിന്റെ സമയമില്ല. കർത്താവ് തന്നൊരു ദൂതെന്നത് മാത്രം പറയാം. നമ്മുടെ മേലൊരു അഭിഷേകമുണ്ട്. ഹല്ലേലൂയ. നാം ആരാണ്? രാജകീയ പുരോഹിത വർഗം. ലേവ്യ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ 21-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം വേഗത്തിൽ ഒന്ന് നോക്കൂ. 21-ാം അധ്യായം 12-ാം വാക്യം ലേവ്യ പുസ്തകം എന്ന് പറഞ്ഞ ഈ അഹരോന്റെ മക്കൾ, പുരോഹിത ജനം വിശുദ്ധ മന്ദിരം വിട്ട് പുറത്തിറങ്ങുന്നത്. ശവത്തെ തൊടാൻ പാടില്ല, കന്യകയെ മാത്രമേ വിവാഹം കഴിക്കൂ, ഒത്തിരി കാര്യം ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവർ വിശുദ്ധ മന്ദിരത്തിട്ട് പുറത്തിറങ്ങി അശുദ്ധരാകരുത്. ഇല്ല, കേട്ട് നോക്കിയാണ് ബാക്കിയൊക്കെ നിങ്ങൾക്കറിയാം. ഇതിന്റെ എത്ര പ്രസംഗം കേട്ടിട്ടുണ്ട്. ഞാൻ അതിന്റെ വ്യാഖ്യാനം ഒന്നും പറയുന്നില്ല. ദൈവസന്നിധിയിൽ നിന്നപ്പോൾ പരിശുദ്ധാത്മാവിനെ ഇന്ന് ഓർമ്മിപ്പിച്ച ചില കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ഇന്റർനെറ്റിൽ നിന്ന് അടുത്തൊന്നും പറയുന്നില്ല, അവർക്ക് നന്നായിരിക്കും, സിസ്റ്റമാറ്റിക് ആയിരിക്കും. പക്ഷെ എനിക്ക് ഇത്രയും സമയമേ ഉള്ളത് കൊണ്ട് ചില വിടുതലുകൾ ഉണ്ടാകണം. അതിന് പരിശുദ്ധാത്മാ പറയുന്ന വാക്കുകൾ മാത്രം ഞാൻ പറയാം. ദയവ് ചെയ്ത് ഇന്നത്തെ പ്രസംഗത്തിന് മാർക്കിടരുത്. അത് ഞാൻ സബ്ജക്ട് കണക്കാക്കി വേറെ പ്രസംഗിച്ചോളാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. വളരെ ശ്രദ്ധിക്കണം. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അഹരോന്റെ പുത്രന്മാർ, ആമേൻ, അവർ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കാതിരിക്കാൻ വിശുദ്ധ മന്ദിരം വിട്ട് ഇറങ്ങരുത്. കാരണമുണ്ട്. നിന്റെ മേൽ എന്തുണ്ട്? അവന്റെ മേൽ ദൈവത്തിന്റെ, അവിടെ വേറെ വാക്കൂടെ മലയാളത്തിലുണ്ട്. മറ്റ് ഇംഗ്ലീഷ് ഭാഷയിൽ 2-3 നോക്കിയപ്പോഴും ആ വാക്കില്ല. സ്തോത്രം. ഏതെങ്കിലും ഭാഷാന്തരത്തിലുണ്ടോ പറഞ്ഞുകൂടാ. എന്തോ ദൈവമായ സംസ്കാരം. ഹലോ, അത് ഞാൻ തമിഴ് ഭാഷയിൽ നോക്കിയപ്പോൾ കിരീടം. അപ്പോ അഹരോന്യ പുത്രന്മാരായ പുരോഹിത വർഗത്തിൽ
ഒരു അഭിഷേകത്തിന്റെ കിരീടം. നല്ലൊരു സ്തോത്രമാണ്. കുറെ പേര് മിണ്ടാതിരുന്നത് ഈ കോട്ടിട്ടിരിക്കുന്ന പാസ്റ്റർ മാത്രമാണ് പുരോഹിതന്മാർ. ഇല്ല. 1 Pത്രോസ് 2:9 നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ മോക്ഷിക്കണം. തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും ദൈവത്തിന്റെ സ്വന്തം ജനം. വിളിക്കപ്പെട്ടവർ. കഴിഞ്ഞ ദിവസം പറഞ്ഞു കർത്താവിനായി വിളിക്കപ്പെട്ടവർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ, സ്വന്തമാക്കപ്പെട്ടവർ. നിങ്ങൾക്ക് വചനം തന്നിരിക്കുന്ന പേരാണ് രാജകീയ പുരോഹിത വർഗം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മേലൊരു അഭിഷേകമുണ്ട്. കൈകളെ തട്ടി വന്ന് ദൈവത്തെ സ്തുതിക്കാം. ഒരു അഭിഷേകത്തിന്റെ കിരീടം. രക്ഷിക്കപ്പെട്ട ദൈവവൈതൽ, സ്നാനപ്പെട്ട ദൈവവൈതൽ, പരിശുദ്ധാത്മാവിന്റെ മുദ്ര പ്രാപിച്ച ദൈവവൈതൽ, നിന്റെ മേലൊരു അഭിഷേകമുണ്ട്. Glory to Jesus. പലർക്ക് സംശയമാണ്, ഉണ്ടോ ഇല്ലയോ? ആമേൻ. തിരുവചനം പറയുന്നു അവൻ നൽകിയ അഭിഷേകത്തെ കൃപാവരങ്ങളെ കുറിച്ച് അനുനപിക്കുന്നില്ല. ആമേൻ. ഒരു അഭിഷേകം നമ്മുടെ മേൽ കർത്താവ് വെച്ചിട്ടുണ്ട്. Praise the Lord. പക്ഷേ ഈ അഭിഷിക്തരോട് ഒരു മുന്നറിയിപ്പുണ്ട്. വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കാതിരിപ്പാൻ നിന്റെ അതിർത്തി വിട്ടിറങ്ങി പോകരുത്. സാരമില്ല എന്ന് പറഞ്ഞ് അതിർത്തി വിട്ട് ഇറങ്ങിപ്പോയ പലരും ഇന്ന് അഭിഷേകം നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന സത്യത്തെ ഓർത്തിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. നിനക്ക് തന്നിരിക്കുന്ന അതിർത്തി, നിനക്ക് തന്നിരിക്കുന്ന വിശുദ്ധിയുടെ അതിരുകൾ വിട്ട് നീ ഒന്ന് ഇറങ്ങിയാൽ, അമേരിക്കയ്ക്ക് വേറെ പ്രമാണവും ഇന്ത്യയിലെ പുരോഹിതന്മാർക്ക് മറ്റ് പ്രമാണവുമില്ല. എല്ലാവർക്കും കൂടെ ഒരൊറ്റ പ്രമാണം. കരം തട്ടി ദൈവത്തെ സ്തുതിക്കാം. അവർ കുറെ പഠിച്ചുവോ, നിങ്ങൾ കൂടുതൽ പഠിച്ചുവോ, ഇതൊന്നുമല്ല. വേദപുസ്തക വചനം പറയുന്നു, നിന്റെ മേലൊരു അഭിഷേകത്തിന്റെ കിരീടത്തെ ദൈവം ചാർത്തിയിട്ടുണ്ട്. ഈ അഭിഷേകത്തിന്റെ കിരീടം നിന്നിൽ ചലിക്കണമെങ്കിൽ നിനക്കൊരു അതിര് തന്നിട്ടുണ്ട്, ഒരു വരമ്പ് വെച്ചിട്ടുണ്ട്. വരമ്പിനപ്പുറത്ത് നിന്റെ കാൽ വെച്ചാലുണ്ടല്ലോ, നിന്റെ കൈ പോയാലുണ്ടല്ലോ. വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കുകയാണ്. വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കുകയാണ്. ശിക്ഷയുണ്ടെന്ന് മറക്കരുത്. ഇന്ന് രാത്രിയിൽ ഹൂസ്റ്റൺ പട്ടണത്തിലെ ദൈവദാസന്മാരെ, വിശ്വാസികളെ, അവരെയും ഇവരെയും നോക്കി, മറ്റുള്ളവരുടെ ജീവിതത്തെ അളന്നു നോക്കി, അവരുടെ കുറവുകളെ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കി, സാരമില്ല എന്ന ചിന്തയിൽ നീ അതിർത്തി വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ മേലെ അവരിച്ച അഭിഷേകം ഇതാ വഴിയിൽ പോകുന്നുണ്ട്. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. യേശു ശിഷ്യന്മാർക്ക് കൊടുത്ത അധികാരത്തിന്റെ ശുശ്രൂഷയെ ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഒന്ന് വായിച്ചു നോക്കൂ. അവൻ സകലവിധ ദീനങ്ങളെ സൗഖ്യമാക്കുവാനും എല്ലാവിധ അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും ഞാൻ നിങ്ങൾക്ക് അധികാരവും ശക്തിയും തന്നിരിക്കുന്നു. തരാമെന്നല്ല, തന്നിരിക്കുന്നു. കൈകളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. അത് നിന്റെ കയ്യിലുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഈ അഭിഷേകത്തിന്റെ അധികാരമുണ്ടോ? ആ ദൗത്യം, അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്തുവാ? അടുക്കൽ വിളിച്ചു സർവഭൂതങ്ങളുടെ പേര് വ്യാധികളെ സൗഖ്യമാക്കാൻ അവർക്ക് അധിക ശക്തിയും അധികാരവും കൊടുത്തു. യേശു പറഞ്ഞയച്ചപ്പോൾ വെറുതെ പറഞ്ഞയച്ചില്ല. 10-ാം ക്ലാസ് 10 പ്രാവശ്യം തോറ്റ് പോലീസുകാരനായാലും പ്രധാനമന്ത്രിയുടെ പേര് വിലങ്ങ് വയ്ക്കേണ്ട അധികാരം പോലും. അപ്പൊ ഉപദേശങ്ങളുടെ അധികാരം ചെറുതെന്ന് വിചാരിക്കരുത്. അവർക്ക് ദൈവം തന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ മുന്നിൽ ശത്രു നിറയ്ക്കും. ആ അഭിഷേകമാണ് നമ്മുടെ ഇടയിൽ ആവശ്യം. ആ അഭിഷേകമാണ് നമ്മുടെ ഇടയിൽ ആവശ്യം.
കീഴടക്കത്തക്ക അഭിഷേകം നമുക്ക് ദൈവം തന്നിരിക്കുകയെന്ന സത്യം സഭയിലറിയുക. ആമേൻ. ഭൂതങ്ങളുടെ മേൽ. ആമേൻ. Praise the Lord. അഭിഷേകം ഉണ്ടെങ്കിൽ അഭിഷേകത്തിന് ഒരു അധികാരമുണ്ട്, ശക്തിയുണ്ട്. ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ പ്രാപിച്ച പരിശുദ്ധാത്മ അഭിഷേകം കൈതട്ടാനും തുള്ളാനും ചാടാനും പാലിടാനുള്ളതല്ല, തമ്മടിച്ച് പൊട്ടിക്കാനും മാത്രം ഉള്ളതല്ല. ഈ ശക്തി നിന്റെ മേൽ വരുമ്പോൾ, ആമേൻ, അഭിഷേക പരിശുദ്ധാത്മാവിന്റെ മേൽ വരുമ്പോൾ ശക്തി പ്രാപിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകും. വന്ന ശക്തി ഒറിജിനൽ എങ്കിൽ നീ സാക്ഷിയാണ്. ഹലോ, പ്രൈസ് ദി ലോർഡ്. ഈ സാക്ഷി എന്ന് പറയുന്നത് ഇവളൊക്കെ ആടി ചിത്തം ചാറ്റിനൊക്കെ വിശാല അന്വേഷണത്തിൽ കൈകൊട്ടിച്ചിരിക്കുന്നത് പെന്തിക്കോസ്തുകാരായ ഇതാണ്. അമ്മാമ്മമാരെ പരിപാടി നടത്തുന്നു. ഒരു സാക്ഷി മറ്റൊരു സാക്ഷി കച്ച എഴുന്നേക്കുന്നത് പഴയ പാട്ടും പാടി ഉറങ്ങിയെണീറ്റെന്ന് അപ്പോൾ തപ്പിയെടുത്തൊരു സങ്കീർത്തനത്തിന്റെ ഒരു വാക്കും വായിച്ചിട്ട് ഈ ആഴ്ച സന്തോഷിപ്പിച്ചു. അതിർത്തി വിട്ട് പോകുന്നതിന്റെ കള്ളത്തരങ്ങൾ നിർത്ത്. നിന്നെ കലത്തിലെടുത്ത് ഉപയോഗിച്ച് അനേകരുടെ ജീവിതത്തിന് ഒരു വിടുതലിന് കാരണമാക്കാൻ ഒരു അഭിഷേക കലത്തിന്റെ കീഴിൽ നിന്റെ ദൈവം വച്ചിരിക്കുമ്പോൾ ദേശത്തെ വിടുവിക്കുവാനല്ലേ ഈ അഭിഷേകം, ശബ്ദത്തിനെ തുരത്തുവാനല്ലേ ഈ അഭിഷേകം. ചില അനങ്ങാപ്പാറകളുണ്ട് സഭകളിൽ, മൂത്ത അച്ചായന്മാര് എത്ര സ്തോത്രം പറഞ്ഞാൽ പ്രസ്പിറ്റർമാരുണ്ടെന്നേ. ഇവരൊക്കെ താഴെ ഇറക്കി ഇരുത്തിയില്ലെങ്കിൽ അവർ ദൈവപ്രവൃത്തി നടക്കത്തില്ല. ഞാൻ അസംബ്ലീസ് ലീഡർഷിപ്പിലുള്ള ആളാണ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ തന്നെയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു ശിശുവിനെ പോലെ ജീവിതത്തെ താഴ്ത്താൻ കഴിയില്ലെങ്കിൽ അഭിഷേകം തങ്ങി നിൽക്കാൻ പറ്റത്തില്ല. കരയുന്നവരുടെ മേൽ, ഉടക്കപ്പെടുന്നവരുടെ മേൽ, സംസാരിക്കപ്പെടുന്നവരുടെ മേൽ, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്ന ദൈവം താഴ്ത്തുന്നവരുടെ മേൽ ഈ അഭിഷേകം നിൽക്കും. എനിക്ക് മലബാറിലുള്ള ഒരു ദൈവദാസൻ ഒരു വാണിജ്യം പീറ്റർദാസൻ, നിങ്ങളെപ്പോലെ ഒരു വലിയ സഭയുടെ പാസ്റ്റർ ഞാൻ കുറച്ച് റിസർവേഡായിരിക്കും. ഞാൻ തിരിച്ചുകൊണ്ട് ചോദിച്ചു, 200 വിശ്വാസിയുള്ളപ്പോൾ പാസ്റ്ററിന്റെ ചർച്ച തന്നിട്ടുള്ളൂ. അതെ, ഇന്ന് അന്നത്തെ പീറ്ററിനെക്കാളും ഒരു വെയിറ്റുള്ള പീറ്ററിനെ നിങ്ങളിപ്പോൾ കാണുമോ എന്ന് ചോദിച്ചു. അല്ല ചോദിച്ചത് അത് രണ്ടാമത് ചോദിച്ചാണ്, അന്നത്തെ കളിയിൽ നല്ല വ്യത്യാസവും കാണുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, 1,00,000 ആത്മാക്കളാകുമ്പോഴും വ്യത്യാസപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ എന്നെ കഴിവുകൊണ്ട് വന്നതല്ല, കൃപ മാത്രം. വല്ലതിന്റെ പുല്ല് പറയുന്ന ഒരു ചൊല്ലുണ്ട്, ആ പുല്ലാണ് ഞാൻ. പക്ഷെ വല്ലഭന്റെ കയ്യിലായാൽ വലിയവനായാൽ തടിയായാൽ
വല്ലവരും പോയി കളയണം, നിന്റെ തടിമെടുപ്പ് കൊണ്ടായി ഇതൊക്കെ നടന്നു വന്ന്. പക്ഷെ വല്ലവന്റെ കയ്യിൽ അവൻ ഈ ചെറിയ ചെറിയ തുരുമ്പായില്ല. നമ്മുടെ കർത്താവ് തന്നിരിക്കുന്ന ഒരു അഭിഷേകം അതിന് വിട്ട് പോകുമ്പോൾ ആ അഭിഷേകം കാണിക്കാവുന്ന മാറിപ്പോകാൻ ഇടയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അഭിഷേകത്തെ കാത്തുകൊള്ളുക. നമുക്ക് അഭിഷേകത്തെ കാത്തുകൊള്ളാം. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ മേൽ ഈ അഭിഷേകം വെളിപ്പെട്ടുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ പറയുകയാണ് അമേരിക്കയിലാണ് സ്വന്തം ജനം, യഹൂദ്യ സ്വന്തം ജനം, അടുത്ത ശമരിയ പൂർണ്ണജാതി. ഈ പാസ്റ്റർമാര് മലയാളികളെ മാത്രമാക്കി നിൽക്കരുത്. പിച്ചക്കാരന്റെ ആത്മാവിനും ഇന്ത്യൻ പ്രസിഡന്റിന്റെ ആത്മാവിനും അമേരിക്കൻ പ്രസിഡന്റിന്റെ ആത്മാവിനൊക്കെ ഒരു വിലയേ ഉള്ളൂ. വേറെ വരശേഖരം വേണ്ടി കാര്യമുള്ളത് കൊണ്ട് കൂടുതൽ വാങ്ങത്തില്ല, ഇല്ലാത്തത് കൊണ്ട് കുറച്ച് കൊടുക്കാനും നിവർത്തിയില്ല. വീടില്ലാത്ത ആൾക്കാരെ എങ്കിലും കണ്ടെത്തി നിങ്ങൾ അവരെ രക്ഷയിലേക്ക് നയിച്ചാൽ നിങ്ങൾ ഭാഗ്യശാലി. അത്ര മോശക്കാരാണ് അവരുടെ അടുത്ത് പോയത്. സമ്പാദിച്ചു കൊള്ളുക. ഞാൻ നേരത്തെ പറഞ്ഞ പ്രസംഗത്തിന് മാർക്കറ്റ് ഞാൻ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രസംഗിക്കുന്നില്ല, കാരണം അതിന് സമയമില്ല. എനിക്ക് നിങ്ങൾ പറയേണ്ട ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നൽകുന്നത് ഞാൻ പറയും. Amen. Glory to Jesus. Hallelujah. Hallelujah. 60 വർഷം ജീവിക്കുവാൻ വേണ്ടി ഒരു ദിവസം എത്ര മണിക്കൂർ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു? ഇന്ന് ഞാനൊരു വ്യക്തിയോട് ചോദിച്ച ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ ഒത്തിരി പേരെന്നോടൊന്ന് പറഞ്ഞു, പാസ്റ്റർ 9 മണിക്ക് നിർത്തിയാക്കണം, കാരണം നാളെ ജോലിക്ക് പോകണം. ഞായറാഴ്ച അത് ഗൾഫിൽ നിന്നായിരിക്കും വന്നത്. നാളെ എത്ര മണിക്ക്? രാവിലെ 6 മണിക്ക് ഒന്നാമത്തെ ആരാധന നടത്തുന്നത് എന്നോടാണ് പറയുന്നത്. ഇന്ന് 9 മണിക്ക് നടത്തുന്നത്, നാളെ 8 മണിക്ക് ആരാധന. ചില 6 മണിക്കൂർ വരുമോ? 2000 പേര് എന്തായാലും. ഹലോ, എല്ലാവർക്കും സഭ വളരുന്ന ഇഷ്ടം, എല്ലാവർക്കും കേൾക്കാൻ ഭയങ്കര ആഗ്രഹം. ഞാൻ പറയും ചർച്ച ദിവസം വെച്ചാൽ പറയാം. ഞാൻ കൃപയാണ്, എനിക്ക് വിദ്യാഭ്യാസം കുറവുള്ള വ്യക്തിയാണ്. ഒരു ഭാഷയിൽ നേരെ പറയാൻ അറിയത്തില്ല. എന്നെ പ്രസംഗം കേൾക്കുമ്പോഴത് അറിയാം. ബദൽ ബൈബിൾ കോളേജിൽ പെണ്ണുങ്ങളിലായിരിക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ പോകാൻ കർത്താവിനെ ആശ്രയിച്ച് അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞു, നിർദ്ദേശത്ത് അയച്ചു നിങ്ങൾ കൂടെ ചിലർ ചെയ്യുവാനുണ്ട്. പിന്നത്തേതിൽ ഞാൻ തന്നെ നോർത്ത് ഇന്ത്യയിലേക്ക്. ഈ പ്രവചനം കേട്ട് അങ്ങനെ വിശ്വസിക്കുന്ന ആളല്ലാത്തത് കൊണ്ട് കളഞ്ഞേച്ച് ഞാൻ പോയി. അന്ന് രാത്രി 10:30 മണി കഴിഞ്ഞപ്പോൾ വേറൊരു ദൈവദാസൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇത്രയും വാക്കുകൾ മാത്രം ഞാൻ സമർപ്പിച്ചു. അന്ന് മുതൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോകാണ്ടായിട്ട് കേരളത്തിൽ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്ററായി ഞാൻ മാറും. അസൂയയില്ലെങ്കിൽ സ്വതന്ത്രം പറയും. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ മറന്നുപോയി. എനിക്കന്ന് 18ാമത്തെ വയസ്സ്, 17 വയസ്സ് തീരുന്ന സമയത്താണ് ഞാൻ പോയത്. 18ാമത്തെ വയസ്സ് ഏറ്റവും വലിയ സഭയുടെ പാസ്റ്ററായി മാറും. എൻ്റെ വിദ്യാഭ്യാസത്തിലോ ആളുകളിബത്തിലോ അസാധ്യം തന്നെയാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞു, ഒരു വിശ്വാസിയുള്ള സഭയിൽ പോലും ഞാൻ പോയി ചാർജ് എടുക്കത്തില്ല. ഒരു പ്ലേസ് എനിക്ക് കാണിക്കണം.
മൂന്നാമത് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കൃപാവരങ്ങളോടുകൂടെ ശുശ്രൂഷ ചെയ്യണം. നാലാമത് ഞാൻ പറഞ്ഞു, ലോക രാജ്യങ്ങളിലേക്ക് പ്രസംഗിക്കണം. ഈ 4 പോയിന്റിനും ഞാൻ അയോഗ്യനാണ്. എന്നെ ഞാൻ വിലയിരുത്തിയാൽ എനിക്ക് നന്നായി അറിയാം അയോഗ്യൻ. പക്ഷെ 10 മണിക്ക് എല്ലാവരും ഉറങ്ങുമ്പോൾ സ്റ്റെപ്സായി പോകുന്ന പണിത കുറെ സ്റ്റെപ്പുകളുണ്ട്. അതിൻ്റെ ഒരു മൂലയ്ക്ക് പോയിരുന്ന് കരയാൻ തുടങ്ങും. കർത്താവേ, എൻ്റെ ഫ്യൂച്ചർ മിനിസ്ട്രിയെ നീ മാനിക്കണം. ഒരു കൂടെ പ്രാർത്ഥിക്കത്തില്ല, കുറെ കരയും. എന്നാൽ കർത്താവ് പോലെ ചെയ്തു. 2006 സാൻകുട്ടി ഒത്തിരി മാസികക്കാർ വന്നതിനോട് എഴുതാം ഇതിനെക്കുറിച്ച് ചർച്ചിൻ്റെ SP ഒക്കെ ചോദിക്കും. ഞാൻ പറയാൻ ആർക്കും കൊടുക്കത്തില്ല. കാരണം പേരും പ്രശസ്തി ഇപ്പോൾ വേണ്ട. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന ഒരു സമയമാകുമ്പോൾ ദൈവം പുറത്തു കൊണ്ടുവന്നാൽ മതി. ഒതുങ്ങിയിരുന്ന കർത്താവിൻ്റെ വേല ചെയ്യണം, ഈ ചിന്തയോട്. അപ്പോൾ അദ്ദേഹം നിർബന്ധിച്ചു. തലേ ദിവസം നമ്മൾ താമസിച്ചിട്ട് അവിടുത്തെ ആരാധനകളിൽ പങ്കെടുത്തിട്ട് എഴുതി, കേരളത്തിലെ ഏറ്റവും വലിയ പെന്തക്കോസ്ത് സഭയാണ്. എന്നെ വിളിച്ചു, ഒരു അവാർഡ് നൽകി. ഞാൻ അന്ന് അവാർഡിനെ കൊതിച്ചല്ല, ആ കൊച്ചു പ്രായത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി എന്നത് അടയാളത്തിനായി ഞാൻ അതേറ്റു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വളരണമെന്ന് നമുക്ക് താല്പര്യമുണ്ട്. പക്ഷെ അത്ര വില കൊടുക്കുവാൻ തയ്യാറാണ്. ഈ സ്ഥലത്ത് വന്നു ഒരു ഭദ്രകാളി ക്ഷേത്രത്തിലെ കഥ. ആ വ്യക്തി തന്നെ തെങ്ങോലകൾ പലരോടായി വാങ്ങിച്ചു. ഇതിനു മുമ്പ് ഒരു വർക്ക് ആരംഭിച്ചു. 3 വർഷം വീട് വീടായി കയറി സുവിശേഷം പറഞ്ഞു. ആത്മാക്കൾ വരത്തില്ല. ദൈവപ്രവൃത്തി ആരംഭിച്ചപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഒരു കുളക്കരയിൽ നിന്നുകൊണ്ട് കരഞ്ഞേച്ച് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ വീട് വിസിറ്റിംഗ് പരിപാടിക്ക് പോകാറില്ല. അങ്ങേക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ആത്മാക്കളെ ഷെഡിൽ കൊണ്ടുപോകാൻ. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആദ്യം 18 വർഷത്തോടെ ഒരുത്തൻ വന്നു. ഭാര്യ ഒരിക്കൽ എന്നെ ആട്ടിപ്പുറത്താക്കി വ്യക്തിയാണ്. വിളിച്ചു, ബന്ധുക്കൾ വന്ന് വിളിച്ചു. ആ സ്ത്രീ വന്ന് വിളിച്ചാൽ ഞാനത് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. 18 വയസ്സ് പ്രായമുള്ള ഒരു സൈക്കിളാണെന്ന് എൻ്റെ വാഹനം. അത് പഞ്ചറായി. അവൻ്റെ വീടിൻ്റെ മുറ്റത്തൂടെ ആ റോഡ് ഉരുട്ടി കൊണ്ടുപോകുമ്പോൾ ഈ സ്ത്രീ മുഖത്ത് നോക്കാതെ വന്ന് പാസ്റ്റർ ഇങ്ങനെ വിളിച്ചു, എൻ്റെ ഭർത്താവിനൊന്ന് പ്രാർത്ഥിക്കണം. അത് എത്രയും മതി. ഞാൻ കയറി പ്രാർത്ഥിച്ച് എണീക്കാൻ പറ്റത്തില്ല, താഴെ വീഴും. ഞാൻ പറഞ്ഞു, നാളെ ഷെഡിൽ വരിക, ഞാൻ നമുക്കായി പ്രാർത്ഥിക്കാം. ഭാര്യ കൊണ്ടുവന്നില്ല. ഇഴഞ്ഞ് നിലവിളിയോടെ ആ സഹോദരൻ ഷെഡിൽ ദൈവപ്രവൃത്തി ആരംഭിച്ചു. ബുധനാഴ്ച നല്ല സൗഖ്യമായി. ഞാൻ പറഞ്ഞു, ഞായറാഴ്ച ചിലർ വന്ന് ആരാധിക്കും. അതിനുശേഷം നിങ്ങളെ ഞങ്ങൾ ജാഥയായി വന്ന് കൊണ്ട് വീട്ടിൽ വിടാൻ. കാരണം ആ റോഡ് സൈഡിലുള്ള സകല വ്യക്തികളും ഇത്രയും സ്ഥലങ്ങളിൽ പോയി വിടുതൽ പ്രാപിക്കാത്ത ഇവർ ചന്തിട്ടിടിച്ചിപ്പോൾ വിടുതൽ കൊടുക്കും. ഇതാവരുന്ന ഇവിടെ കണ്ണിന് മുമ്പിൽ കൂടെ കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹം. അത് മുതൽ ദൈവം പ്രവൃത്തി ആരംഭിച്ചു. അടുത്ത 2 വർഷത്തിൽ 150ഓളം പേർ അവിടെ കടന്നു വരുവാനിടയായി. അപ്പോൾ പരിശുദ്ധാത്മാവ് ഉൾപ്പൊഴിക്കുന്ന പാഠശാലയെ കുറിച്ച് ഒരുപാട് നൽകി. അവിടേക്ക് വന്നു. ഇതെല്ലാം വിട്ടു. 1 രൂപ വരുമാനമില്ല. പക്ഷെ ഞാൻ ദൈവത്തോട് തീരുമാനമെടുത്തിട്ടുണ്ട്. ഒരൊറ്റ വീടുകളിൽ പ്രാർത്ഥിക്കാൻ പോയാലും സഭ വളർച്ചയെ മുൻനിർത്തി കാണിക്കവാങ്ങത്തില്ല. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ കാണിക്കവാങ്ങത്തില്ല. അത് ഏത് രാജ്യത്ത് പോയാൽ ഈ 2 തീരുമാനങ്ങൾ എനിക്കുണ്ടായിരുന്നു. വിശപ്പോടും വേദനയോടും പല ദിവസം ഞാൻ മയങ്ങി വീണിട്ടുള്ള ആഹാരമില്ലാതെ എങ്കിലും കാണിക്കവാങ്ങത്തില്ല. അങ്ങനെ ശുശ്രൂഷ അവിടെ ആരംഭിച്ചു. സ്തോത്രം. ഒരു ഷെഡ് പണിതു. സ്വന്തമല്ലാത്ത സ്ഥലത്ത് അവർ താൽക്കാലിക ഷെഡ്, ഒരു
പഠിക്കുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു, സൺഡേ സ്കൂൾ കുട്ടി. അവളോട് ആ പലക വാങ്ങി അതിൽ വെള്ളപ്പേൻ പ്രവർത്തിച്ചിട്ട് ഞാൻ എഴുതി, ഫസ്റ്റ് സ്റ്റെപ്പ് 1000 ആത്മാക്കളുള്ള സഹായമാണ്, കൂടെ പ്രാർത്ഥിക്കാൻ ആരുമില്ല, ഒരു കാട് പോലുള്ള സ്ഥലം ആരും വരത്തിരിക്കുകയാണ്, ഇപ്പോൾ വീടും ഇഷ്ടപോലെ ആ പലകയിൽ എഴുതി വെച്ചിട്ട് ആരുമില്ലാത്തപ്പോൾ അത് ഈ അടുത്ത സമയത്താണ് ഞാൻ 1-2 സ്ഥലത്ത് അത് പറയാൻ തുടങ്ങിയത്. ഒരറ്റത്ത് നിന്ന് കർത്താവ് ഇവിടെ ഇരിക്കുവാൻ ഒരു ആത്മാവിനെ തരണമേ എന്ന് കഴിയുന്നിടത്തുള്ള ആദ്യം ഒരു 8-10 സ്ഥലങ്ങളിൽ ഓരോ തുള്ളി കണ്ണുനീർ. അങ്ങനെ 22 അടി വീതിയും 40 അടി നീളവുമുള്ള ഓലഷെട്ട് മുഴുവനും വരിയായി ഒരാളിരിക്കേണ്ട സ്ഥലത്ത് ഇങ്ങനെ നിൽക്കും, ഇവിടെ ഇരിക്കാൻ ഒരു ആത്മാവിനെ തരണമേ. അങ്ങനെ മുഴുവൻ സ്ഥലത്തും പോയി പ്രാർത്ഥിക്കും. കർത്താവ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ തുടങ്ങി. 2000 ആയപ്പോൾ ആദ്യ സ്റ്റെപ്പ് 1000 ആത്മാക്കളെ കർത്താവ് നൽകി. 1000 പേർക്ക് ഇരിക്കത്തക്ക ആരാധനാലയവും തുടർന്നും പ്രാർത്ഥിച്ചു. ഡബിളാകാൻ കർത്താവ് നൽകി. ത്രിപിളാകാൻ പ്രാർത്ഥിച്ചു. 4 ആരാധന, 5 ആരാധനയായി, പിന്നെ അതിന് ഡബിളാക്കി, അതിനുശേഷം 3 ആരാധനയായി, പിന്നെ 4 ആയി. അങ്ങനെ കർത്താവ് കൃപയാൽ അന്ന് ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കും, പക്ഷേ ഇന്ന് 100 കണക്കിന് പേര് പ്രാർത്ഥിക്കും. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കും. സഭ വളരുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും, വെറും പ്രാർത്ഥന. എത്ര പേരുടെ സഭയിൽ ആത്മാക്കൾ വരാൻ ആഗ്രഹമുണ്ട്? 2 കൈ ഒന്ന് ഉയർത്താമോ? 2 കൈ ഉയർത്താമോ? നിങ്ങൾ അതിനൊന്നും ലക്ഷിക്കണം. ഉയർത്തെന്ന് പറഞ്ഞാൽ ഉയർത്തണം, ഉയർത്തണം. അതാണ് നമ്മൾ ആഗ്രഹത്തെ ദൈവത്തിന്റെ തിരുമുൻപിൽ കാണിക്കണം. എനിക്കൊരു ആഗ്രഹമാണ്. ഹല്ലേലൂയ. ആഗ്രഹം നിങ്ങളുടെ ആലയ പ്രാർത്ഥന പറയുക. വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് ഇവിടെ പ്രാർത്ഥന. എണ്ണത്തിൽ വെറും 120 പേർ. അതേസമയം അങ്ങേ വശത്ത് ആലയത്തിന്റെ ഉത്സവപ്പറമ്പിൽ ലക്ഷക്കണക്കിനാണ്. അവിടെ ചെണ്ടമേളയുണ്ട്, വാദ്യഘോഷമുണ്ട്, ഭയങ്കര ആടലും പാടലുമുണ്ട്. പക്ഷേ ജീവനെ ഭയന്ന് പ്രാർത്ഥിക്കുന്ന, കഴിഞ്ഞ 10 ദിവസമായി പ്രാർത്ഥിക്കുന്ന 120 പേർക്ക് മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് ഉത്സവ പറമ്പിലല്ല, പ്രാർത്ഥന മുറിയിലാണ്. ദൈവത്തെ സ്തുതിക്കാം. സഭ ജനിച്ചത് പ്രാർത്ഥന മുറിയിലാണ്, പള്ളിയിലല്ല. പ്രാർത്ഥന മുറിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു, അവിടെയാണ് സഭ ജനിച്ചത്. എന്താ സംഭവിച്ചു? പരിശുദ്ധാത്മാവ് എവിടെ ഇറങ്ങി വന്നോ അവിടെ ഉത്സവപ്പറമ്പിലെ 1000 ഓടിക്കൂടി. ഇപ്പൊ ഉത്സവപ്പറമ്പിലോട്ടാണ് തോന്നുന്നത്, ഇങ്ങോട്ട് വരുന്നില്ല. ഇവിടെ ഉള്ളതുപോലെ ചർച്ചനകത്ത് ഉള്ളത് പോലും ഇപ്പൊ എവിടാ പോകുന്നേ? അങ്ങോട്ടാ. പക്ഷെ പരിശുദ്ധാത്മാവ് അവിടെ ഇറങ്ങി വന്നോ അവിടെ ഉത്സവപ്പറമ്പിലെ ആളുകൾ വരാൻ തുടങ്ങി. എന്നിട്ട് പ്രാർത്ഥനാ മുറിയിൽ 120 3120 ഉത്സവപ്പറമ്പിൽ എണ്ണം കുറഞ്ഞു. എത്ര പേർക്ക് മനസ്സിലായി? ഉത്സവപ്പറമ്പിൽ എണ്ണം കുറയുന്നു. പ്രാർത്ഥനാ മുറിയിൽ 3000 5000 7000 എന്ന് പെരുകുവാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആലയങ്ങൾ പ്രാർത്ഥന മുറിയായാൽ അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും, അവിടെ ഒഴുകുന്ന അഭിഷേകം വെളിപ്പെട്ടു വരും. അഭിഷേകം എവിടെയുണ്ടോ, പരിശുദ്ധാത്മാവ് എവിടെയുണ്ടോ അവിടെ ഉത്സവപ്പറമ്പിലെ ജനം തടിച്ചു വീഴും, ജനം രക്ഷിക്കപ്പെടും, ജനം സ്നാനപ്പെടും. കരം തപ്പി ദൈവത്തെ സ്തുതിക്കാം. അതിന് വേണ്ടത് നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സഭ പ്രാർത്ഥന മുറിയാകട്ടെ. പ്രാർത്ഥന മുറിയാകട്ടെ.
ഇന്റർനെറ്റ് പ്രസംഗങ്ങൾ പോരാ, ആമേൻ, PhD പോരാ, പഠിത്തം എത്രയുണ്ടോ അത്രയും നല്ലതാണ്. പക്ഷെ എനിക്ക് ക്രൂശിനെ കുറിച്ച് അല്ലാതെ വേറൊന്നും അറിയത്തില്ലെന്ന് പറയാൻ മനസ്സ് വേണം. തത്വം പ്രസംഗിച്ചാൽ പോരാ, ക്രൂശിനെ പ്രസംഗിക്കണം. തത്വം പ്രസംഗിച്ചാൽ പോരാ, ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥകൾ അവൻ ജനത്തെ പഠിപ്പിച്ച് ശുദ്ധീകരിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ കറയില്ലാത്ത കളങ്കമില്ലാത്ത തിരുസഭയായി തിരുമുൻപിൽ ക്രിസ്തുവിന്റെ സ്വരൂപത്തിന് അനുരൂപരാക്കി നിർത്തുക എന്ന ഒരു ഉദ്യോഗം നമുക്കുണ്ട്. ഇപ്പോഴത്തെ വിശ്വാസികളെ കൂടുതൽ അങ്ങോട്ട് ചെത്തിയാലുണ്ടല്ലോ, താൻ ഇവിടെ നിന്ന് ചെന്നത്തില്ല, വേറെ വല്ലണ്ട് പോയേ ചെന്നു. മനസ്സിലായി? പക്ഷെ നീ ഗുണപ്പെടത്തില്ല, അയാൾ നേരെ ചെന്നാ പോകും, നീ പാതാളത്തി പോകുന്നേ. വലിപ്പം നിങ്ങളെത്ര മുഖം കറുത്താലും ശരി, വെളുത്താലും ശരി, എനിക്ക് ഒരേ ഒരു ആഗ്രഹമുണ്ട്, കുറെ പണം സമ്പാദിക്കില്ല. ഒരു വ്യക്തിയെ ദൈവരാജ്യം വരെ കൊണ്ടെത്തിക്കുവാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്താൽ അതാണ് ഫലമാകുന്നത്, അതാണ് പ്രയോജനമാകുന്നത്. പേരും വേണ്ട, പദവിയും വേണ്ട, അവൻ എന്നും പ്രസംഗിക്കാൻ വിളിക്കണമെന്നുമില്ല. ഹല്ലേലൂയ. ജീവിതത്തിലെ കുറവുകൾ ഉണരുക. മൊത്തം 9 പേര് കാണും, അതിൽ 7 പേര് കമ്മിറ്റിയായി. 700 പേര് ആക്കിയിട്ട് 5 പേര് കമ്മിറ്റിയാവും. പഠിച്ചവൻ സെക്രട്ടറി, കാശുള്ളവൻ ട്രഷറർ, വോട്ട് പിടിക്കാൻ കഴിവുള്ളവൻ കമ്മിറ്റി വരും. അടുത്ത പ്രാവശ്യവും അനുവദിക്കത്തില്ലെന്ന് എനിക്കറിയാം, വരാൻ സമയമില്ല. ഞാൻ ചിരിക്കാൻ വേണ്ടി പറയുന്നില്ല, വിഷമിക്കാൻ വേണ്ടി പറയുന്നതല്ല. നിങ്ങളുടെ അകത്തെ അഭിഷേകം, ദൈവകൃപ, എന്റെ ഭാഷയിൽ പറഞ്ഞ യബൂസിയനെ ആദ്യം തോൽപ്പിച്ചിട്ട് വരുന്നവൻ എന്റെ സൈന്യാധിപനാണ്. ഫീൽഡ് കാണാത്തവനൊക്കെ പിടിച്ച് കമ്മിറ്റിക്കാരായിട്ട് നിർത്തി എന്നാ ഗുണം? തിന്നാ കൊള്ളാന്ന് കാണണം. എന്തെങ്കിലും ഇറച്ചി കിട്ടും, പക്ഷെ മാനസാന്തരപ്പെട്ട ദൈവരാജ്യത്തിൽ പോകാം. നീതിമാൻ ആകാശമണ്ഡലത്തിൽ പ്രഭ പോലെ മാത്രം ശോഭിക്കുമ്പോൾ പലരെയും നീതിയിലേക്ക് നയിക്കുന്നവൻ നക്ഷത്രങ്ങളെ പോലെ കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. നിന്റെ സമ്പാദ്യം നീ വിട്ടേച്ചു പോകും, നിന്റെ പണത്തെ നീ വിട്ടേച്ചു പോകും. അവൻ ഈ ലോകത്തിൽ നീ എത്ര കാലം ജീവിക്കണമെന്ന് ദൈവം നിനക്ക് ഇത്ര വർഷമുണ്ടെന്ന് എഴുതി തന്നിട്ടില്ല. ഇന്നോ നാളെയോ 300 പട്ടണത്തിൽ ആക്സിഡന്റിൽ മരിച്ചു എന്ന് ആരംഭത്തിൽ പറയുന്നു കേട്ടു. നമ്മെ ജീവനോടെ പരിപാലിച്ച കർത്താവിന് ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. എന്റെ വാഹനത്തെ നിയന്ത്രിച്ച ദൈവത്തിന്റെ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ട് ഞാൻ വിശുദ്ധനായതുകൊണ്ട് ആക്സിഡന്റ് വരത്തില്ലെന്നൊന്നും പ്രസംഗിക്കാൻ ഞാൻ തയ്യാറല്ല. എന്റെ ശുശ്രൂഷ തീരുമ്പോൾ ഏത് വഴിയിലൂടെ പുള്ളിക്കാരൻ എടുത്തോണ്ട് പോകും. ഒത്തിരി പേർക്ക് എന്റെ തല വേണം, കാശ് വേണം, കൈ വേണം എന്നൊക്കെ പറയുന്നു. ഞാൻ വർഷങ്ങൾ കൊണ്ട് സ്റ്റേജുകളിൽ പറയുകയാണ്, ഒരു തലയുള്ള വാർക്കും എടുത്തോളാം, 2 കൈയുള്ള വാർക്കും കൊണ്ട് എടുത്തോളാം, 2 കാലുള്ള വാർക്കും എടുത്തോളാം. അടുത്ത് ഞാൻ പറയും, എന്റെ ശുശ്രൂഷ തീരുന്നത് ഒരു പൂഴി വാരിയിടാൻ പോലെ ഇന്ന് ദൈവം അനുവദിക്കട്ടെ. ശുശ്രൂഷ തീരുമ്പോൾ ആരോ തലയെ കൊണ്ടുപോകും. നമുക്കൊരേ ഒരു ആഗ്രഹം, ഒരു കൊച്ചായുസ്. സഹോദരനെ, ഒരു കൈത്തിരി പോലും കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. എത്ര പേർക്കറിയാം? പാടട്ടെ, ഇത്ര മാത്രം. ഒരു കൈത്തിരി പോലും
കത്തിയെറിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെറിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. എല്ലാവരുടെ ആഗ്രഹം ദൈവമക്കളുടെ ആഗ്രഹം അത് തന്നെ. എന്റെ ആയുസ്സിൽ ദിനമൊക്കെയും തിരുനാമ മഹത്വത്തിനായി എനിക്ക് അത്യാവശ്യമായി നിങ്ങളുടെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രേരണ. പക്ഷെ അത്യാവശ്യം നമുക്ക് പറഞ്ഞു തീരുമ്പോൾ അത് പറ്റുകയില്ല. പക്ഷെ ഞാൻ മുമ്പ് നാളെ എല്ലാവരും ദയവ് ചെയ്ത് ആരാധനയ്ക്ക് നാളെ ഞാൻ പ്രാർത്ഥിക്കും. ഇന്ന് കാര്യം പറഞ്ഞിട്ട് നടത്താം. ഓക്കെ, ആയുസ്സൊന്നേ ഉള്ളൂ. നീയാകുന്ന മെഴുകുതിരിയുടെ നീളം രക്ഷ കത്തുന്ന വിളക്ക് പോലെ എന്ന് യെശയ്യാപ്രവചനത്തിൽ പറയുന്നു. രക്ഷിക്കപ്പെട്ടപ്പോൾ ഒരു ദീപം നിന്നിൽ തെളിയും. ഒരേ ഒരാഴ്ച. ചിലർക്ക് 50, 60 പോയി. ഇനി 10, 15, 20, 25, ചിലർക്ക് 30, 40, 50 വർഷം. നീ കത്തുമ്പോൾ നിന്റെ നീളം കുറയും. കത്തുമ്പോൾ നീളം കുറയും. കത്തിയില്ലെങ്കിൽ ആർക്കും പ്രയോജനമില്ല. കാഴ്ചവെക്കാൻ വെക്കേണ്ടതല്ല കൈത്തിരി. അവൻ ജ്വലിക്കുവാനുള്ളതാണ് കൈത്തിരി. നീ കത്തുമ്പോൾ നിന്റെ നീളം കുറയും. കത്തുമ്പോൾ നീ നീളം കുറയും. 60 വർഷം, 50 വർഷം, 40 വർഷം, 30 വർഷം നിനക്ക് തന്ന ദിവസം അത്രയും നീ കത്തും, നീ ജ്വലിക്കും. അവൻ നീ അങ്ങ് തീരും, മറയും. അല്ലേ? പക്ഷെ എന്തിനാണ് ഈ കത്തൽ? യേശു ശിഷ്യന്മാരെ വെക്കുകയാണ്, നമ്മൾ ഭൂമിയുടെ ഉപ്പ്, 2 ലോകത്തിന്റെ. എന്നിട്ട് പറഞ്ഞു, മലയിന്മേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയെങ്കിൽ പാത്രം കൊണ്ട് മൂടുക. പിന്നെ കട്ടിലിന് കീഴില്, പിന്നെ നിലമറക്കണത്ത്. ഹലോ, പിന്നെ ശ്രദ്ധിച്ചോട്ടെ, പാത്രം കൊണ്ട് മൂടിയാൽ 60 വർഷം ഓക്സിജൻ കിട്ടിയാൽ കത്തും. 60 തീരുമ്പോൾ തീരും. പാത്രം കൊണ്ട് മൂടിയാലും പറ കൊണ്ട് മൂടിയാലും കട്ടിലിന് കീഴ് വെച്ചാലും ഇത്രയും കത്തും തീരും. അല്ലെ? നിലവറക്കകത്ത് വെച്ചാൽ ഇത്രയും കത്തി തീരും. ഒരു പാത്രം കൊണ്ട് മൂടി ഇത്രയും കത്തി തീർന്നാൽ ആർക്ക് ഗുണം? ആർക്ക് ഗുണം? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? എന്തായാലും കത്തി തീരും, പ്രകാശിക്കുകയും ചെയ്യും. പക്ഷെ ഈ പറ കൊണ്ട് മൂടിയാൽ ആർക്ക് ഗുണം? ഒന്നും പറഞ്ഞേട്ടെ. ആർക്കുമില്ലല്ലോ. അതുകൊണ്ട് കൂടുതൽ കാലം കത്തുവോ? ഇല്ലല്ലോ. ഒരു ജീവിതം കത്തി തീർന്നു, ആർക്കും. നിന്റെ പ്രകാശമെല്ലാം പാഴായി പോയി. പക്ഷെ വിളക്ക് തണ്ടിന്മേൽ വെച്ചാൽ ഓരോ ദിവസവും 100 കണക്കിന് പേർക്ക് ആ പ്രകാശം പ്രയോജനപ്പെടും. ഒരേ ഒരു ജീവിതം അത് പാഴായി പോകണമോ? അത് പ്രയോജനപ്പെടണം. നീ കത്തുന്ന ഈ വിളക്ക്, മെഴുകുതിരി, നിന്റെ പ്രകാശം പാഴായി പോകണമോ? പ്രയോജനപ്പെടണമോ? കട്ടിലിന്റെ സുഖം
മറ്റുള്ളവരെ അളന്നുള്ള നിന്റെ ജീവിതം അവനിങ്ങനെ ഇവനിങ്ങനെ മറ്റവരിങ്ങനെ അളന്നുള്ള നിന്റെ ജീവിതം കൊണ്ട് നിന്റെ പ്രകാശത്തെ മൂടി വെച്ചാൽ വേറെ ആർക്ക് പ്രയോജനമില്ല. നിന്റെ രഹസ്യ ജീവിതത്തിലെ ഭാവം നിന്റെ പ്രകാശത്തെ പാഴായി പോകും. ഉപജീവനമാർഗം ജോലി 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 എന്ന ഉപജീവനമാർഗം ഈ പ്രകാശത്തെ മറ്റുള്ളവർക്ക് പരത്തുവാൻ കഴിയാതെ തടഞ്ഞാൽ നിന്റെ പ്രകാശം പാഴായി പോകും. ഒരേ ഒരു ജീവിതം നീ എരിഞ്ഞ് അവസാനിക്കും. നിന്റെ പ്രകാശം പാഴായി പോകണമെന്നാണ് നിന്റെ ചിന്ത. അനേകർക്ക് പ്രയോജനപ്പെടണമെന്നാണ് നിന്റെ ചിന്ത. മെഴുകുതിരിയാകുന്ന ഞാൻ കുറയുമ്പോൾ പ്രകാശത്തിൽ വന്ന രക്ഷിക്കപ്പെടുന്ന തിരുസഭ വളരണം. കൈകളെ തന്റെ ദൈവത്തെ സ്തുതിക്കാം. ഞാനോ കുറയണം, നീയോ വളരണം. ഞാൻ കുറയെ അവൻ എന്റെ പ്രകാശം, അവൻ ക്രിസ്തുവിന്റെ പ്രകാശം എന്നിലൂടെ അനേക അന്ധകാരത്തിലിരിക്കുന്നവർ കണ്ട വെളിച്ചത്തിലേക്ക് വരെ ക്രിസ്തുവിന്റെ സഭ വളരും. നമ്മുടെ എണ്ണം പെരുകും, ഞാൻ കുറയും. 40 വർഷം വിശ്വാസിയായി പ്രകാശിച്ചിട്ട് വല്ലവരും ആ വെളിച്ചത്തിൽ വന്നോ? ഇല്ലല്ലോ. എത്ര വേണ്ടാത്ത സാക്ഷി, എത്ര വഴക്ക്, എത്ര പ്രശ്നം, എത്ര സഭ ചാടി, എത്ര ഇരിപ്പിടങ്ങളെ നശിപ്പിച്ചു. പ്രയോജനപ്പെട്ടോ? നിന്റെ അരക്കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചോദിക്കുന്ന ചോദ്യം, ഒരേ ഒരു ജീവിതം നീ കത്തി അവസാനിക്കുമ്പോൾ പറ കൊണ്ട് മൂടിയോ, പാത്രം കൊണ്ട് മൂടിയോ, കട്ടിലും കിഴയോ, അവൻ നിലവറക്കകത്തോ ആർക്കും പ്രയോജനമില്ലാത്ത പാഴായി പോകുന്ന ഒരു ജീവിതമാണോ നീ ആഗ്രഹിക്കുന്നത്? ഒരേ ഒരു ജീവിതം ഏറ്റവും വിളക്കം തന്നെ മേലെന്ന് പ്രകാശിച്ച് എത്ര പേർക്ക് ജീവന്റെ മാർഗം, രക്ഷയുടെ വഴി കാട്ടാൻ കഴിയുമോ അത്രത്തോളം കാട്ടി ഈ പാഴായി പോകാതെ ഈ വെളിച്ചം ഫലപ്രദമാക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? താങ്ക് യു ജീസസ്. ഈ വിളക്ക് കത്തണത്തിൽ സമാഗമന കൂടാരത്തിൽ വിളക്ക് അണയാൻ പാടില്ല. കത്തണമെങ്കിൽ എണ്ണ വേണം. അത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. നിന്റെ പ്രകാശം, നിന്റെ മേൽ പരിശുദ്ധാത്മാവിനെ കർത്താവ് നൽകിയത് എന്തിനാണ്? ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് ദർശനവും എത്ര മനോഹരവും. അവിടെയാണ് ഒഴുകുന്ന അഭിഷേകം. അഹരോന്റെ താടിയിലേക്ക് ഒഴുകുന്ന അഭിഷേകം. നിന്നെ തടയുന്നതുകൊണ്ട് അഭിഷേകിച്ച് ഈ പുരോഹിത അഭിഷേകം, ഒഴുകുന്ന അഭിഷേകം. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവ ജല നദികൾ പറഞ്ഞേ. അതൊന്നെങ്കിലേ ഒഴുകും. വറ്റിപ്പോയിട്ട് കാലമൊക്കെയായി. പണ്ട് പ്രാപിച്ചപ്പോൾ 3 അന്യഭാഷ ഉണ്ടായിരുന്നു. ഇപ്പൊ ഓർമ്മിക്കുമ്പോഴും പറയും. അതുകൊണ്ടാണ് യോവേലിനോട് പരിശുദ്ധാത്മ പറഞ്ഞ മദ്യപാന്മാരെ ഉണർന്ന്, അറിയത്തില്ല അല്ലേ, 1:5 മദ്യപാന്മാരെ ഉണർന്ന് കരളി വീഞ്ഞ് കുടിക്കുന്ന ഏവരുമേ പുതു വീഞ്ഞ് നിങ്ങളുടെ വായിക്കറ്റ് പോയിരിക്കാൻ കരഞ്ഞ മുറയിടുകയും. ഹല്ലേലൂയ. അമേരിക്ക കാണുമ്പോൾ അഭിഷേകം പോകരുത്. പണം കാണുമ്പോൾ ദൈവഭയം പോകരുത്. സുഖജീവിതം കാണുമ്പോൾ ആത്മീക ജീവിതം പോകരുത്. നിന്നെ ദൈവം രക്ഷിച്ചത് നീ എവിടെയായിരുന്നാലും നിന്റെ പ്രകാശം അനേകർക്ക് പരത്തുവാനാണ്. ദൗത്യം മറന്ന് കളിക്കരുത്. നിന്റെ മേൽ അഭിഷേകം വിലയേറ്റതല്ല, അത് വിലയുള്ളതാണ്. അതിന് നീ പ്രയോജനപ്പെടുത്തണം.
ആമേൻ. ഈ പരിശുദ്ധാത്മാവാണ് നിന്നിൽ വ്യാപരിക്കുന്നതെങ്കിൽ 9 കൃപാവരങ്ങളുണ്ട്. ആമേൻ. പരിശുദ്ധാത്മാവിനാണ് കൃപാവരം വീണ്ടെന്നല്ല. പരിശുദ്ധാത്മാവ് എന്നിൽ വ്യാപാരം ചെയ്യാൻ ഞാൻ എന്റെ ജീവിതത്തെ കൊടുക്കുമെങ്കിൽ പരിശുദ്ധാത്മാവ് ചിലത് ചെയ്തുകൊള്ളും. എല്ലാവരും ഒരു വിഷയത്തിലേക്ക് നിൽക്കാം. എന്റെ വിഷയത്തിന്റെ തുടക്കമായിട്ടേ ഉള്ളൂ. ആ പ്രധാന ഭാഗത്തേക്ക് പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. നാളെ സാധിച്ചാൽ ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. അഭിഷേക മുഖത്തെ രാജകീയ അഭിഷേകം, പുരോഹിത അഭിഷേകം, ശുശ്രൂഷയുടെ അഭിഷേകം പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ആമേൻ. ഈ അഭിഷേകം അതിന്റെ ശക്തി നമ്മിൽ ഉണരണം. അതിന്റെ ശുശ്രൂഷ നമ്മിൽ ഉണരണം. ആ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് കർത്താവേ, ഈ അഭിഷേകം ഉണർന്നു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളൂ. ഗോലിയാത്തിന്റെ യഹോവയെ നിന്ദിക്കുന്ന വാർത്തകൾ കേട്ടപ്പോഴാണ് ഇവന്റെ അകത്തെ അഭിഷേകമൊന്ന് ഉണർന്നത്. എന്റെ അകത്തിരിക്കുന്ന ശക്തി സിംഹം വന്നപ്പോഴാണ് ഈ അഭിഷേകം ഉണർന്നത്. കരടി വന്നപ്പോഴാണ് ദാവീദിന്റെ മേലുള്ള അഭിഷേകം ഒന്ന് ഉണർന്നത്. നിനക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത, നിന്നെക്കാൾ വലിപ്പത്തിലും ശക്തിയിലും വലുത് നിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ, നിന്നെ കീഴടക്കുമെന്ന് ചിലത് പറയുമ്പോൾ നീ ഉണരണം. നിന്റെ അകത്തിരിക്കുന്ന അഭിഷേകം അവയെ കീഴടക്കേണ്ട അഭിഷേകമാണ്. ഇന്ന് രാത്രിയിൽ ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി അകത്തൊന്ന് വർദ്ധിച്ചൊലിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, അവന്റെ ജീവിതം ഒരു പുതിയ അനുഭവത്തിൽ എത്തിച്ചേരും, ഒരു പുതിയ ജീവിത അനുഭവത്തിൽ എത്തിച്ചേരും, ഒരു പുതിയ ശുശ്രൂഷയിൽ എത്തിച്ചേരും. കർത്താവിന് വേണ്ടി ചൊലിക്കുന്ന വ്യക്തിയായി മാറും. കാലമില്ലാത്ത ഉപ്പായിട്ടല്ല, അനഞ്ഞുപോയ വിളക്കായിട്ടല്ല. ഉമ്മച്ചിയുടെ മാർഗത്തെ ചൊല്ലിയോ, രഹസ്യ ജീവിതത്തിന്റെ തകർച്ചയെ ചൊല്ലിയോ, ആമേൻ, ജീവിതത്തെ ചൊല്ലിയോ, ഒരിക്കലും നിന്റെ പ്രകാശം തടയപ്പെടുകയില്ല. കരങ്ങൾ ഉയർത്തി സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഇതായി കരങ്ങളിലേക്ക് തരുന്നു. വാതുറക്കാമോ? ആമേൻ, വാതുറക്കാമോ? യേശുവിന്റെ നാമത്തിൽ തരുന്നുകർത്താവേ, എന്റെ പുരോഹിത അഭിഷേകം നഷ്ടപ്പെടാതിരിക്കേണ്ടതിന് അതിന് വിട്ട് ഞാൻ പോകാൻ പാടില്ല. നാളെ നാം ഒരുമിച്ച് കൂടുമല്ലോ. എനിക്ക് കർശനമായ നിർദ്ദേശം ഉള്ളതിനാൽ ഞാൻ പ്രാർത്ഥിക്കാൻ സമയമെടുക്കുന്നില്ല. ആ 2 കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം കർത്താവേ, എനിക്ക് തന്ന അഭിഷേകം എന്നിലൊന്ന് ഉണർന്ന് കാണണം. അഭിഷേകത്തിന്റെ ശക്തി ഒന്ന് വെളിപ്പെട്ട് കാണണം. അപ്പോൾ എന്റെ മേൽ ശത്രു വച്ചിരിക്കുന്ന മുഖം പൊട്ടിത്തകരണം. അത് രോഗത്തിന്റെ മുഖമായിരിക്കും, ക്യാൻസർ ആയിരിക്കും, ചുരുമമായിരിക്കും, അവൻ ശരീരത്തിലെ ഏത് ബലഹീനതയായിരിക്കും, കിഡ്നി പ്രോബ്ലമായിരിക്കും, ഹൃദയരോഗമായിരിക്കും. യേശുവിന്റെ നാമത്തിൽ അത് പൊട്ടിത്തകരട്ടെ. എഴുതേറ്റ സിംഹത്തെ പോലെ അവൻ എഴുതേറ്റ് കർത്താവിനെ വിളിച്ചിരിക്കുക. യേശുവിനെ അഭിഷേകം എന്നിൽ നിറയുവാൻ കരം തട്ടി ദൈവത്തെ സ്തുതിച്ച ഒരു നിമിഷം അന്യഭാഷയിൽ അവൻ ദൈവത്തെ ആരാധിച്ച് അവർ ജ്വലിക്കപ്പെട്ടതിലേക്ക് സമർപ്പണത്തോടെ നാളെ പകൽക്കാലം ഒരു വിശേഷ അനുഭവം എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി പോയി കുറഞ്ഞത് 1/2 മണിക്കൂർ മുൻപ് കർത്താവേ, എന്റെ അനുഭവം എന്താണ്? കാലമില്ലാത്ത ഉപ്പാണോ, അണഞ്ഞുപോയ വിളക്കാണോ, എന്തുകൊണ്ട് എന്റെ പ്രകാശം മറയ്ക്കപ്പെടുന്നു എന്ന് ചിന്തിച്ചിട്ട് യേശു തന്ന അഭിഷേകം അതിർത്തി വിട്ട് പോയതിൽ നഷ്ടപ്പെട്ടുവോ അവൻ എന്ന് ചിന്തിച്ച് പ്രാപിക്കാൻ ഒരുക്കത്തോടെ നാളെ വരിക. പരിശുദ്ധാത്മ ചലനങ്ങൾക്ക് കാണാൻ കഴിയും. സ്വർഗ്ഗപിതാവേ, വചനം അയച്ച് ജനത്തെ അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ.